ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹെവി ജോയിനിങ് വിത്ത് ഒരാൾ ഒരു ആക്ടിവിസ്റ്റ് ആണ്, ഒരു റൈറ്ററാണ്, ഒരു ടീച്ചറാണ്, ലൈക്ക് ഒരു ഓൾറൗണ്ടറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹെവി ജോയിനിങ് വിത്ത് അദ്രജ പണിക്കർ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു. എനിക്കറിയാം ഭയങ്കര തിരക്കാണ്, കാരണം ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ റൈറ്ററാണ്, ആക്ടിവിസ്റ്റ് ആണ്, കുറെ ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കരമായിട്ട് മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇതൊക്കെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു മാം? മാനേജ് ചെയ്തല്ലേ പറ്റുള്ളൂ ലൈഫ്. സോ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. സോ കിട്ടുന്ന, കാരണം നോട്ട് എവറി വൺ ഗെറ്റിംഗ് ഓൾ ദീസ് ഓപ്പർച്യൂണിറ്റീസ്. സോ വാട്ട് വി ഗെറ്റ് വി ഹാവ് ടു യൂട്ടിലൈസ് ദാറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മാമിനെ എപ്പോഴും നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നത്. ലൈക്ക് ആസ് എ ഡാൻസർ ആണോ ഇഷ്ടം? എല്ലാം സ്പെഷ്യൽ ടു ഹാർട്ടാണ് നമുക്കറിയാം, പക്ഷെ വെരി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾവേസ് സ്റ്റേജ് ആണ് സ്പെഷ്യൽ. സ്റ്റേജ്, ആ സ്റ്റേജിൽ നിൽക്കുന്നതാണ് ഒരു ഇറ്റ്സ് ലൈക്ക് ആത്മസംതൃപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാറ്റിസ്ഫാക്ഷൻ. ഭയങ്കര ഹാപ്പി നിൽക്കുന്ന സമയത്ത്. ഹാപ്പിയാണ്. ഓക്കെ. അതുപോലെ തന്നെ കുറേ സ്ഥലത്തോട്ട് പ്രോഗ്രാമിന് പോകുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കേരളത്തിലായാലും ഔട്ട്സൈഡ് കേരളത്തിലായാലും മുംബൈയിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ മാനേജിങ് ഓൾ ദീസ് തിങ്സ് ആക്ച്വലി? കാരണം നമുക്ക് മെന്റൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ആക്ടിവിസ്റ്റ് ആവുന്ന സമയത്ത്, വർക്കിന് പോകുന്ന സമയത്തായിരിക്കും അവിടെ നിന്ന് കോൾ വരുന്നത്, അത് മാനേജ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൂടി എങ്ങനെ ലൈക്ക് വർക്ക് പ്രഷർ എന്തായാലും ഉണ്ടായിരിക്കും, പക്ഷെ സ്റ്റേജിലോട്ട് കയറുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ അതെങ്ങനെ? ഹൗ യു മാനേജിങ് ഓൾ ദാറ്റ് തിങ്? അല്ല, സ്റ്റേജ് ഗിവ് യു ദിസ് പോസിറ്റീവ് വൈബ്. വാട്ട് എവർ ഹാപ്പൻസ് ഔട്ട്സൈഡ്, നമുക്ക് എന്ത് സ്ട്രെസ്, ഫാമിലി ഇഷ്യൂസ്, പ്രൊഫഷണൽ ഇഷ്യൂസ്, വാട്ട് എവർ നമ്മൾ പുറത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്റ്റേജിലേക്ക് എൻ്റർ ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വേറൊരു ഫീലാണ്. സോ നമ്മളവിടെ വി ആർ എവറിത്തിങ്. എല്ലാവരും നമ്മളെയാണ് കാണുന്നത്. സോ നമ്മളാണ് അവിടുത്തെ സ്പെഷ്യൽ. സോ ആ ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമ്മളിങ്ങനെ കൊണ്ടുപോകും, ലൈവ്ലി ആക്കുന്നുണ്ട് സീരിയൽ നിൽക്കുമ്പോൾ അല്ലെ. വളരെ ചെറുപ്പം മുതൽ ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഇരിക്കുന്നതും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ ഫസ്റ്റ് ഒക്കെ ഏത് ഏജിലാണ് ഒരു ഡാൻസ് കളിക്കണം എന്ന് തോന്നി, ഒരു ഡ്രീം ഉണ്ടായിരുന്നത്? ഓക്കെ, ഐ നീഡ് ടു ബി എ ഡാൻസർ എന്ന് തോന്നിയത്? ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഡാൻസ് പ്രൊഫഷൻ ആക്കണം എന്ന ഒരു ഐഡിയയേ ഇല്ല. ഓക്കെ. സോ ഡാൻസ് പഠിച്ചു, ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ ഡാൻസ് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ലൈക്ക് ഒരു +1 +2 ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കാലഘട്ടം വരെയും ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കണം എന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജ് ആയിരുന്നു. അതായത് ഒരു കോളേജ് ലെവലില് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകർ, ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ളതായിരുന്നു ഒരു ഡ്രീം. പ്ലസ് എഴുതുക, മാക്സിമം എഴുതുക, ഒരു സാഹിത്യ മേഖലയിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ സമയം വരെയുള്ള ആഗ്രഹം. ബട്ട് +2 കഴിഞ്ഞപ്പോഴത്തേക്കും ലൈഫ് പെട്ടെന്നൊരു ട്വിസ്റ്റ് ആയിരുന്നു. സോ ദാറ്റ് ട്വിസ്റ്റ് ലീഡ്സ് മീ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഇരിക്കാനുള്ള അത് ലീഡ് ചെയ്ത് കൊണ്ടെത്തി. കുറെ റൈറ്റപ്സ് ചെയ്യുന്ന ഒരാളാണ്, റൈറ്റിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അത് ലിറ്ററേച്ചർ മലയാളം നല്ല രീതിക്ക് എഴുതുന്നതാണ്. ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് മാമിന്റെ, എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമുണ്ട് വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാനായിട്ട്. സോ മാമിന് എങ്ങനെ എന്തെങ്കിലും മൂഡ് വരുമ്പോഴാണ് എഴുതുന്നത്? നമുക്ക് ഒരു വിഷം വരുമ്പോൾ, അങ്ങനെ ചില റൈറ്റേഴ്സിന് അങ്ങനെയാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. സോ മാമിന് എങ്ങനെയാണ് റാൻഡംലി വന്ന് എഴുതുന്നതാണോ, അതോ കുറേ ദിവസം അതിനെപ്പറ്റി ഇങ്ങനെ പ്രിപ്പയർ, ഓക്കെ ഇതിങ്ങനെ ഇങ്ങനെ എഴുതാം, അങ്ങനെ എഴുതി പോകുന്നതാണോ? ഇല്ല, ഞാൻ പല മേഖലയിൽ എഴുതാറുണ്ട്. ഒന്ന് ലിറിസിസ്റ്റ് ആണ് ഞാൻ. ഡാൻസ് ഫീൽഡിൽ ഡാൻസ് ലിറിക്സ് എഴുതുന്ന ഒരു ലിറിസിസ്റ്റ് ആണ്. സോ ദാറ്റ് ബേസ്ഡ് ഓൺ വർക്ക്. എങ്ങനെയാണോ നമ്മളെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത്, ഒരു ഡാൻസർ കൊറിയോഗ്രാഫർ അപ്രോച്ച് ചെയ്യുന്നു, എഴുതുന്നു, അവർ പറയുന്ന കൺസെപ്റ്റിന് എഴുതി കൊടുക്കുന്നു. ദെൻ ക്രിട്ടിക് റൈറ്റിംഗ് ചെയ്യാറുണ്ട് ഞാൻ. ഡാൻസ് പെർഫോമൻസിന് ക്രിട്ടിക്സ് എഴുതാറുണ്ട്. വിച്ച് ഇസ് നോട്ട്, എന്താണ്, കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ ബേസ്ഡ് ഒക്കെ നമ്മൾ നോക്കിയാൽ മെയിൻ സ്ട്രീം സ്റ്റേജസിലുള്ള ആർട്ടിസ്റ്റുകളുടെ ക്രിട്ടിക്സ് എഴുതാറുണ്ട്. കേരളത്തിലില്ല. സോ ഫസ്റ്റ് ആയിട്ട് ഞാനായിരുന്നു അത് എഴുതി തുടങ്ങിയത്, ഞാനാണത് പ്രചരിപ്പിച്ചത് കേരളത്തിൽ. സോ അങ്ങനെ ക്രിട്ടിക്സ് എഴുതാറുണ്ട്. പിന്നെ എഴുതുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സട്ടിൽ സാധനങ്ങളാണ്. പെട്ടെന്ന് തോന്നുന്ന ചിന്തയുടെ പുറത്ത് പെട്ടെന്ന് തോന്നുന്ന ഐഡിയാസ് എഴുതുന്നതാണ്. അത് മിത്തോളജിക്കൽ കാര്യങ്ങൾ എഴുതാറുണ്ട്. മിത്തോളജിക്കൽ കാര്യങ്ങളെ ഒരു കണ്ടംപററി സ്റ്റൈലിൽ നിന്നുകൊണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നിട്ട് അങ്ങനെ എഴുതാറുണ്ട്. പിന്നെ അല്ലാണ്ട് ചെറിയ ചെറിയ കവിതകൾ എഴുതാറുണ്ട്. സാമൂഹികപരമായ കാര്യങ്ങളിൽ വിമർശനങ്ങൾ എഴുതാറുണ്ട്. സോ പല മേഖലയിലാണ് എഴുത്ത്.
സോ ഈ വിമർശനം എഴുതുമ്പോൾ തന്നെ എന്തായാലും നമുക്കൊരു ഒരു കോയിന് രണ്ട് സൈഡിലുള്ള പോലെ നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും വരും. സോ എപ്പോഴെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് കോമന്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ നല്ലപോലെ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട്. സോ ഒരു ക്രിട്ടിസൈസ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും എനിക്കത് വേണ്ടായിരുന്നു, അത് ചെയ്തത് മോശമായി, അങ്ങനെ എപ്പോഴെങ്കിലും റിഗ്രറ്റ്? ഇല്ല. ഐ ആം എ ക്രിട്ടിക് ഹൂ ക്രിട്ടിക്സ് ഇൻ എ പോസിറ്റീവ് വേ. ഓക്കെ ഓക്കെ. സോ നമുക്ക് രണ്ട് രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാമല്ലോ. ഇൻ എ നെഗറ്റീവ് വേ, ഇൻ എ നെഗറ്റീവ് വേ അതൊരു റൂഡായ രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ബട്ട് ഐ ആം ലൈക്ക് ഓക്കെ, എന്താണ് അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ അത് കൺവേ ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. എല്ലാ കാര്യങ്ങളിലെയും ഈവൻ ഒരു ബാഡ് കമന്റ് വരുന്നുണ്ടെന്ന് വിചാരിച്ചാൽ ആ ബാഡ് കമന്റിന് റിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇൻ എ പോസിറ്റീവ് വേ. സോ നമ്മൾ അതിന് നെഗറ്റീവ് വേയിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടാവില്ല. സോ ദാറ്റ് ഇസ് മൈ വേ ഓഫ് റിപ്ലൈ ഇൻ എ പോസിറ്റീവ് വേ, ബട്ട് സ്പോട്ട് ഓൺ. അവർക്ക് അത് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ലവ്ലി ടു നോ. അതുപോലെ തന്നെ ലൈക്ക് റീസെന്റ് ടൈമിൽ ഒരു ന്യൂസ് ചാനലിൽ വന്ന് ഒരു സംഭവം ലൈക്ക് നിങ്ങളല്ല നമ്മൾ ഭയങ്കര വൈറലായി സോഷ്യൽ മീഡിയ മൊത്തം. ആക്ച്വലി നല്ലൊരു സംഭവം പറഞ്ഞത്. ആക്ച്വലി പെട്ടെന്ന് ലൈക്ക് ആ ന്യൂസ് പ്രസന്റർ ആണെങ്കിൽ കൂടി ലൈക്ക് ഓക്കെ ഞാനത് വിരോധിച്ചിരിക്കുന്നു പറഞ്ഞു. ഹൗ ദാറ്റ് പോസിറ്റീവ്? മേ ബി അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് അവിടുന്ന് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ മേ ബി അവിടെ ഇരിക്കുന്നത് അഗ്രസീവ് ആവാം. പക്ഷെ യു ബീൻ വെരി കൈൻഡ്, ഭയങ്കര പോസിറ്റീവ്. ഇപ്പൊ പറയുന്ന പോലെ ഭയങ്കര പോസിറ്റീവ്. എങ്ങനെ ഒരു പോസിറ്റീവ് ഓരോ എപ്പോഴും കൊണ്ടു നടക്കുന്നു? എപ്പോഴും പോസിറ്റീവ് ആവാൻ പറ്റില്ല. ദർ ഇസ് നെഗറ്റീവ് ഷെയ്ഡ് ഇൻ എവ്രി വൺ. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സോ നമ്മള് അഗ്രസീവ് ആവാറുണ്ട് അറ്റ് എ മൊമെന്റ്. ബട്ട് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും അഗ്രസീവായിട്ട് കാര്യമില്ല. വി ഹാവ് ടു ടീച്ച് ദം. ഡെഫിനറ്റ്ലി. അതാണ് ഏറ്റവും, ബിക്കോസ് ഐ എം എൻ എഡ്യൂക്കേറ്റർ, ഐ എം എ ടീച്ചർ. സോ ഞാൻ എല്ലാവരെയും ടീച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ബട്ട് ഇപ്പോൾ ഒരു കാര്യം ഞാനൊരു തെറ്റായി കണ്ടു, സോ ഇൻ എ ഗുഡ് വേ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ അതിലപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും വി ഹാവ് ടു, നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആടിക്കറക്കുന്ന മാടിനെ ആടിക്കറക്കണം, പാടിക്കറക്കുന്ന മാടിനെ പാടിക്കറക്കണം, ആടിക്കറക്കുന്ന മയിലിനെ ആടിക്കറക്കണം. അങ്ങനെ. സോ എങ്ങനെയാണോ നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യണം. അങ്ങനെ പോയാൽ അടിപൊളിയായിട്ട് നല്ല പോസിറ്റീവ് എന്തെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും. ആൻഡ് യു ഓൾവേസ് പറഞ്ഞിട്ടുണ്ട് ബീങ് എ ട്രാൻസ് വുമൻ ഈസ് മൈ കോൺഫിഡൻസ്. എവറി മൊമെന്റ് എവറി സ്റ്റേജ് കിട്ടുന്ന എല്ലാ സ്റ്റേജിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ടോക്ക് ചെയ്യുകയാണെങ്കിലും അവർ ചോദിക്കുമ്പോൾ ഓൾവേസ് ആ കോൺഫിഡൻസിൽ പറയുന്നുണ്ട്. പക്ഷെ ഐ ഹവ് സീൻ മെനി ട്രാൻസ് വുമൻ, അവർക്ക് അവരുടെ ഐഡന്റിറ്റി, അവർ എന്നെ ട്രാൻസ് വുമൻ എന്ന് വിളിക്കേണ്ട, കോൾ മീ, എന്നെ ലേഡി എന്ന് വിളിച്ചാൽ മതി, അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേര് അങ്ങനെ പറയുന്നില്ല. സോ വാട്ട്സ് യുവർ വ്യൂ ഓൺ ദാറ്റ്? ആക്ച്വലി അങ്ങനെ പറയുന്ന ആൾക്കാർ അവരവരുടെ ഇഷ്ടമാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ എന്നെ ട്രാൻസ് വുമൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ ഇഫ് ഐ എം കംഫർട്ടബിൾ, ഓക്കെ. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. സോ അവരവരുടെ കംഫർട്ട് സോൺ, ബിക്കോസ് അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നിയമം തരുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള ഒരു സ്വന്തം വ്യക്തിത്വം എന്താണോ ആ വ്യക്തിത്വത്തിൽ ജീവിക്കാനും അതിനനുസരിച്ച് അഭിസംബോധന ചെയ്യപ്പെടാനും എല്ലാ രീതിയിലുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. സോ നമുക്ക് വി കാൺ ക്രിട്ടിസൈസ് ദം ബിക്കോസ് ഞാൻ ട്രാൻസ് വുമൻ ആണെന്ന് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് യു ഹാവ് ടു അങ്ങനെ തന്നെ ചെയ്യണം.